പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മെ യാത്രയിൽ സംരക്ഷിക്കുന്ന 3 പ്രധാനപ്പെട്ട മന്ത്രങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഈ മന്ത്രങ്ങൾ ചിലർക്കൊക്കെ അറിയായിരിക്കും, എന്നാൽ ബഹുഭൂരിപക്ഷം പേർക്കും ഈ മന്ത്രം അറിയില്ലായിരിക്കും. നമ്മളൊരു യാത്രയ്ക്കൊക്കെ പുറപ്പെടുമ്പോൾ വിശ്വാസികളായിട്ടുള്ള ഒരാളാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകാറുണ്ട്. ഒരു വാഹനത്തിൽ കയറുമ്പോൾ നമ്മളതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ സ്റ്റിയറിംഗ് തൊട്ട് ഒന്ന് പ്രാർത്ഥിക്കും. കീ കൊടുക്കുമ്പോഴൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് വാഹനം എടുക്കുന്നത്. ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്ന എൻ്റെ 18ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ലൈസൻസ് എടുത്തതാണ്. അപ്പോഴെൻ്റെ ഗുരുനാഥൻ പറഞ്ഞു, നിങ്ങൾ വാഹനം ഓടിക്കാൻ എത്ര സമർത്ഥനായാലും ശരി, നിങ്ങൾ എങ്ങനെ മികച്ചതായ രീതിയിൽ ഓടിച്ചാലും ശരി, നിങ്ങൾക്ക് ചിലപ്പോൾ അപകടം ഉണ്ടായേക്കാം. കാരണം വേറൊന്നുമല്ല, എതിരെ വരുന്നവൻ ഒരു ഭ്രാന്തനാണ് എന്ന് ചിന്തിച്ചാൽ മതി. അവൻ ആ ഓടിക്കുന്ന രീതി തെറ്റാണെങ്കിൽ അവൻ കൊണ്ടുവന്ന വാഹനം നമ്മളെ മുട്ടിക്കാം. അവൻ ചിലപ്പം ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ അവൻ ഉറങ്ങിപ്പോയേക്കാം. അങ്ങനെ പല കാരണങ്ങളുണ്ട് ഒരാൾക്ക് അപകടത്തിൽപ്പെടാൻ. അയാളുടെ കുറ്റം കൊണ്ട് മാത്രമായിരിക്കില്ല ഒരാൾ അപകടത്തിൽപ്പെടുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഗമനത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, ചിലപ്പം ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഭാര്യമാർ നന്നായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തിന്റെ യാത്രയിൽ യാതൊരു ദോഷവും വരാതിരിക്കാൻ. മക്കൾ പോകുമ്പോൾ അമ്മമാർ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരുപാട് രീതിയിൽ ഈ പ്രാർത്ഥനകൾ ഒരാളുടെ യാത്രയുമായി ബന്ധപ്പെട്ട് ദേവതകൾ അവരോടൊപ്പം ചേർന്ന് നിന്ന് അവർക്ക് സംരക്ഷണം നൽകണം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അത് വളരെ നല്ല കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാര്യം നമ്മുടെ ഡ്രൈവിങ്, നമ്മുടെ കഴിവും എല്ലാം ഒരു പരിധി വരെയുള്ളൂ. നല്ല ഡ്രൈവേഴ്സാണ് പലപ്പോഴും അപകടത്തിൽ കൂടുതൽ പെടാറുള്ളത്. എത്രയോ അപകടങ്ങളുടെ മുന്നിൽ നിന്ന് സമർത്ഥമായി ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോയ ആൾക്കാരായിരിക്കും. പക്ഷേ ഏതൊരു കാലയളവിൽ അവർക്ക് എന്തോ ഒരു കൈപ്പിഴ കൊണ്ടോ അവരുടേതല്ലാത്ത കൈപ്പിഴ കൊണ്ടോ അവർക്ക് അപകടങ്ങൾ വരും. ഇനി ആർക്കായാലും അവരുടെ ഒരു ജാതക നിലയും അപകടത്തിന്റെ സ്ഥിതി അയാൾക്ക് അങ്ങനെ വരാനുണ്ടെങ്കിൽ ചിലപ്പോൾ വന്നേക്കാം. അത് നമ്മൾ പറയുന്നില്ല, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഈശ്വരവിലാസമില്ലാത്തത് കൊണ്ട്, ഈശ്വരനെ പ്രാർത്ഥിക്കാതിരുന്നുകൊണ്ട്, ഈശ്വര സംരക്ഷണം നമ്മൾ ആവശ്യപ്പെടാതിരുന്നത് കൊണ്ട് മാത്രം ചില വലിയ അപകടങ്ങൾ വന്നു കൂടുന്ന ചിലരുണ്ട്. കാര്യം ഈശ്വരവിലാസം അവരുടെ യാത്രയിൽ ഗമനത്തിൽ ഉണ്ടായി വരില്ല. ഈശ്വരവിലാസം ഏതൊരു കാര്യത്തിലും നമുക്ക് വേണം. അതിപ്പം നടന്ന് സഞ്ചരിക്കണമെങ്കിലും അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള വാഹനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഒരാൾ ഒരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ ഈ മന്ത്രങ്ങൾ അറിഞ്ഞു വച്ചിരിക്കുന്നത് നല്ലതാണ്. വിശ്വാസിയായിട്ടുള്ള ഒരാൾക്ക് ഇത് വളരെയധികം സംരക്ഷണം നൽകും. ഇതിൽ ഒരു മന്ത്രം ഗണപതിയുടെയാണ്, ഒന്ന് ശിവന്റെ മന്ത്രമാണ്, ഒന്ന് ഭദ്രകാളി ദേവിയുടെയാണ്. ഇത് നിങ്ങൾക്ക് 3ഉം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു മന്ത്രമായിട്ട് ഉപയോഗിക്കാം. എന്തായാലും നിങ്ങൾ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുകയാണെങ്കിലോ മറ്റൊരു വാഹനത്തിൽ സഞ്ചരിക്കുകയാണെങ്കിലോ എങ്ങനെയായാലും ശരി, ദിവസവും രാവിലെ ഈ മന്ത്രം ജപിക്കുന്നത് നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഈ യാത്രയിൽ ഈ വാഹനത്തിലുള്ള സഞ്ചാരത്തിൽ മാത്രമല്ല ഗുണം ചെയ്യുന്നത്. നമ്മളിനിയിപ്പം വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളൊരു യാത്ര പോകുമ്പം പലയിടത്തും സഞ്ചരിക്കേണ്ടി വരുമല്ലോ. ആ സമയത്തും നിങ്ങൾക്ക് അപകടങ്ങളൊന്നും ഉണ്ടാകാതെ തിരികെ മടങ്ങി വീട്ടിലെത്തുന്നവരെ സംരക്ഷണ കവചം ഒരുക്കുന്ന മന്ത്രങ്ങൾ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇതൊരു പേപ്പറിൽ എഴുതി സൂക്ഷിച്ചു വയ്ക്കുക. നിത്യജീവിതത്തിന് വളരെ ഗുണകരമായിട്ടുള്ള ഒന്നായിരിക്കും. നമസ്കാരം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ RJ അയ്യർ, ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ, മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങൾ, ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ ഇവയെല്ലാം നിങ്ങൾക്ക് എന്നും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാകുവാൻ വേണ്ടിയിട്ട് പുതിയൊരു വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കുറേ പേരൊക്കെ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ട്. അവർക്ക് ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് വഴിക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഓരോ മാസവും ഇപ്രകാരം പൂജ ചെയ്ത് കിട്ടുന്നതാണ്. പിന്നെ ഒന്നറിയേണ്ടതുണ്ട്, നമ്മൾ പുതുതായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ, റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇതുവരെയ്ക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി താല്പര്യം കാണിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ,
നമ്മുടെ യാത്രയിൽ നമ്മെ കാത്തുരക്ഷിക്കുന്ന, നമുക്ക് വലിയ അപകടങ്ങളൊന്നും ഉണ്ടാക്കാതെ കണ്ണിൽ കൊള്ളാനുള്ള പുരികത്ത് തട്ടി മാറ്റിക്കുന്ന ആ ഒരു ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് അത് എപ്പോഴും നമ്മുടെ ജപങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. യാത്രയിൽ ഭയമുള്ളവര്, മാനസികമായിട്ട് കുറച്ച് ദുർബലത അനുഭവപ്പെടുന്നവരെല്ലാം ഇത് ജപിച്ചോളൂ. നിങ്ങളെ ഇത് വളരെയധികം കാത്തുരക്ഷിക്കുന്ന മന്ത്രമാണ്. ആദ്യത്തത് ഗണപതിയുടെ മന്ത്രമാണ്. ഈ മന്ത്രത്തിലെ ഗണപതിയുടെ ഭാവം താമരപ്പൂവിലിരിക്കുന്ന ഗണപതിയായിട്ടാണ് കേട്ടോ. ഭഗവാനെ നമ്മൾ ഈ മന്ത്രം ജപിച്ച് ധ്യാനിക്കുമ്പം ഭഗവാൻ ഒരു വലിയ താമരപ്പൂവിൽ വലിയൊരു ആനയായിട്ട് ഇരിക്കുന്നതായിട്ടാണ്. വലിയ താമരപ്പൂവാണ്, വലിയ ആനയാണ്. ഈ ഭഗവാൻ നമ്മുടെ മുന്നിൽ വലുതായിട്ട് വരുന്ന പ്രതിസന്ധികളെല്ലാം മാറ്റി നമ്മുടെ യാത്രാമാർഗത്തെ വ്യക്തമാക്കി തരികയും നമ്മുടെ യാത്രാോദ്ദേശത്തെ സാധൂകരിക്കുകയും നമുക്ക് ആപത്തുകളൊന്നും ഉണ്ടാകാതെ കാത്തരുളുകയും ചെയ്യും. മന്ത്രം ഞാനൊന്ന് എഴുതി കാണിക്കാം, പറഞ്ഞും തരാം. ഓം വക്രതുണ്ഡ വിനായകായ വിഘ്നരാജായ ധൂമ്രവർണായ ഗജവക്ത്രായ മാർഗരക്ഷോ ഗംഭീര ഗജാനനായ നമഃ. ഒന്നുകൂടി. ഓം വക്രതുണ്ഡ വിനായകായ വിഘ്നരാജായ ധൂമ്രവർണായ ഗജവക്ത്രായ മാർഗരക്ഷോ ഗംഭീര ഗജാനനായ നമഃ. ഈ മന്ത്രം ആണ് നമ്മളിതൊരു പേപ്പറിൽ എഴുതി നമ്മളൊന്ന് പഠിച്ചു വെച്ചാൽ വളരെ പ്രയോജനമാണ്. 1-2 ദിവസം കൊണ്ട് തന്നെ നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റും. ഇത് എത്ര വട്ടം ജപിക്കണമെന്ന് വെച്ചാൽ 8 വട്ടമാണ് ഇത് ജപിക്കേണ്ടത്. ഇനി 8 വട്ടം ജപിക്കാൻ പറ്റില്ലെങ്കിൽ 1 തവണയെങ്കിലും ജപിക്കുക കേട്ടോ. ഈ മന്ത്രം ഉപയോഗിച്ച് നമുക്ക് ചരട് ജപിച്ച് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. വാഹനങ്ങളിലൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് പൊതുവിൽ വാഹന രക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തി ജപിച്ച് കെട്ടുന്ന മന്ത്രമാണിത്. ചരട് ജപിക്കുന്ന പലരും പല മന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ മന്ത്രം ഉപയോഗിച്ച് ചരട് ജപിച്ചു കൊടുക്കാമെങ്കിൽ കൂടുതൽ രക്ഷ കിട്ടാറുണ്ട് കേട്ടോ. മാത്രമല്ല വാഹനത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് നമ്മൾ ചില ഏലസുകൾ ജപിച്ച് കെട്ടാറുണ്ട്. അറിയാലോ, നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൽ കെട്ടും പോലെ വാഹന രക്ഷാ ഏലസുകൾ തയ്യാറാക്കി വാഹനത്തിന് കെട്ടിവെക്കണം, വലിയ ആപത്തുകളിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ കണ്ണിൽ കൊള്ളാനുള്ള പുരുകത്ത് തട്ടി മാറാൻ വേണ്ടി ചെറിയ യന്ത്രങ്ങൾ, അതുപോലെ ഏലസുകളൊക്കെ വാഹനത്തിൽ വയ്ക്കാറുണ്ട്. അതിനും ഈ ഭാവത്തിലുള്ള ഗണപതി ചക്രം തയ്യാറാക്കി ഇതേ മന്ത്രങ്ങൾ കുറിച്ച് ബാക്കി യന്ത്രരചന പൂർത്തീകരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തത് മഹാദേവന്റെ മന്ത്രമാണ്. ശിവലിംഗ സ്വരൂപത്തിലാണ് നമ്മൾ ഭഗവാനെ കണ്ടിട്ട് ഈ മന്ത്രം ജപിക്കേണ്ടത്. ഈ മന്ത്രവും ഞാൻ എഴുതി കാണിക്കാം, പറഞ്ഞും തരാം. ഓം ഹ്രീം മഹാദേവായ മൃത്യുഞ്ജയ മഹോദ്ഭവമൂർത്തയെ ഗമനാഗമന രക്ഷ. ഇങ്ങനെയാണ് ഈ മന്ത്രം കാണപ്പെടുന്നത്. ഈ മന്ത്രം മഹാദേവനെ ജപിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക്, ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയാം. പണ്ട് ഈ വനത്തിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ പലതരത്തിലുള്ള ആപത്തുകൾ വന്നുകൂടാം. മൃത്യുവിനെ തന്നെ വിളിച്ചു വരുത്തുന്ന അത്തരം മുഹൂർത്തങ്ങളിലൂടെ പലപ്പോഴും കടന്നുപോയേക്കാം. അപ്പോൾ ഈ മന്ത്രം ജപിക്കാറുണ്ട്. കാട്ടിലൂടെയൊക്കെ രാത്രി സമയത്തൊക്കെ പോകുന്നവർ മിക്കവാറും ഈ മന്ത്രം ഉപയോഗിക്കാറുണ്ട്. ഈ ഫോറസ്റ്റിലൊക്കെ ജോലി ചെയ്യുന്ന പല ഉദ്യോഗസ്ഥരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവർ ഒരു മന്ത്രം ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് അത് ഈ മന്ത്രമാണ്. അപ്പോൾ ഇങ്ങനെ രാത്രി സഞ്ചാരം, പകൽ സഞ്ചാരം, എല്ലാത്തിനും നമുക്ക് സഞ്ചാര കാര്യത്തിൽ നമുക്ക് അപകടകരമായിട്ടുള്ള മുഹൂർത്തങ്ങളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മന്ത്രം ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമത്തത് ഒരു ഭദ്രകാളി മന്ത്രമാണെന്ന് പറഞ്ഞല്ലോ. ഈ ഭദ്രകാളി മന്ത്രം ഭയപ്പാടുകളെ ഉന്മൂലനം ചെയ്യാനും യാത്രയിൽ ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവത്തെ, പ്രേതഭൂത പിശാചുക്കളുമായിട്ട് ബന്ധപ്പെടുത്തിയ ദോഷങ്ങളെ എല്ലാം നിവാരണം ചെയ്യുന്ന മന്ത്രമാണ്. ഈ മുകളിൽ പറഞ്ഞ ശിവമന്ത്രവും ഈ ഭദ്രകാളി മന്ത്രവും 8 തവണയാണ് ജപിക്കേണ്ടത്. മന്ത്രം ഇപ്രകാരമാണ്. ഓം ഹ്രീം ഭം ഭദ്രകാളി ദുർഗതിദാശിനി ഗമനദുരിതം നിവാരണമിതം സ്വാഹാ നമഃ. ഇങ്ങനെയാണ് മന്ത്രം. മന്ത്രം ഒന്നുകൂടി പറഞ്ഞുതരാം. ഓം ഹ്രീം ഭം ഭദ്രകാളി ദുർഗതിനാശിനി ഗമനദുരിതം നിവാരണമിതം സ്വാഹാ നമഃ. ഈ മന്ത്രം 8 ജപിക്കുക. ഭദ്രകാളിയെ നമുക്ക് മനസ്സിൽ ധ്യാനിക്കുമ്പോൾ കിട്ടുന്ന ഭാവം ഏതാണോ ആ ഭാവത്തിൽ അങ്ങ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇതൊക്കെയാണ് യാത്രകളിൽ നമ്മൾ ജപിക്കേണ്ടുന്ന പ്രധാനപ്പെട്ടതും വിശേഷകരമായിട്ടുള്ള 3 മന്ത്രങ്ങൾ. പിന്നെ ഒന്ന് മനസ്സിലാക്കുക, ഒരു വാഹനത്തിലൊക്കെ സഞ്ചരിക്കുമ്പം ആ വാഹനത്തിന് പറഞ്ഞിരിക്കുന്ന നിബന്ധനകളെല്ലാം പാലിച്ച്, റോഡ് നിയമങ്ങളെല്ലാം പാലിച്ച് നമ്മൾ വാഹനം ഓടിക്കുക. അപരിചിതമായിട്ടുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ അത്രത്തോളം ജാഗ്രത പാലിക്കുക. റോഡ് നിയമങ്ങളെ ഒന്നും ലംഘിക്കാതിരിക്കുക. പിന്നെ അസമയങ്ങളിലുള്ള യാത്രകളിൽ കൃത്യമായ സുരക്ഷകളെല്ലാം ഉറപ്പുവരുത്തുക മുതലായൊക്കെ പ്രധാനമാണ്. അപ്പം നമ്മുടേതായ തെറ്റുകൾ കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക. നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ നമ്മൾ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുത്തി വെച്ചിട്ട്
അത് ദൈവത്തിനോട് എന്നെ രക്ഷിച്ചു തരണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നമ്മളെ കൊണ്ട് കഴിയാത്ത പല കാര്യങ്ങൾക്കും നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾക്കും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഈശ്വരന്മാർ ചെയ്യുന്നത്. കാര്യം കുറേ അധികം കഴിവ് മറ്റുള്ള ജീവജാലങ്ങളെക്കാളും മനുഷ്യന് കൊടുത്തിട്ടുണ്ട് ഭഗവാൻ. അത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതും പ്രയോഗിക്കാതെ എല്ലാത്തിനും കൈനീട്ടി ദേവതകളോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് കഴിവ് തരണമെന്ന് നമ്മൾ ഭഗവതിയോടും ഭഗവാന്മാരോടൊക്കെ പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ നമ്മളോടൊപ്പം കൂട്ടു നിൽക്കണമെന്നും പ്രാർത്ഥിക്കുക. ഒപ്പം ഇത്തരം മന്ത്രങ്ങളും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതൊരു യാത്രയും സുഗമമാക്കി മാറ്റാനും പുറപ്പെട്ട് പോയിട്ട് അതുപോലെ തന്നെ സുരക്ഷിതമായിട്ട് വീടുകളിലേക്ക് മടങ്ങിയെത്താനും നമുക്ക് സാധിക്കുന്നതാണ്. എന്തായാലും ഭക്തി പുരസരം ഇത് ചെയ്യുക. ജീവിതഗതിയിൽ ഇത്തരം മന്ത്രങ്ങൾ നമുക്ക് നൽകുന്ന ഗുണം അത്രത്തോളം വലുതാണ്. ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ, അഭിപ്രായങ്ങൾ മുതലായവ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പം മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദന മഠം. നമസ്തേ.